ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് ഹൽവയാണ്. അതും മൈദയോ ഷുഗറോ ഫുഡ് കളറോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ലോണം അരച്ച് ജ്യൂസാക്കി എടുക്കാമേ. അപ്പോൾ അത് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം വെച്ച് ഒരു അരിപ്പും കൂടെ വെച്ച് നമുക്കിതങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. ആ ജ്യൂസ് മാത്രം നമുക്ക് അരിച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് നമുക്കതങ്ങ് അരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ മൊത്തത്തിലൊന്ന് കലക്കി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ക്യാരറ്റ് ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ മൈദയൊന്നും ചേർക്കാതെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ മൈദയ്ക്ക് പകരം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ കുറേശ്ശെ ഒന്ന് തട്ടിക്കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അതങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു ഫോർക്ക് വെച്ച് നമ്മൾ ഉടയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഇതേപോലെ ഞാൻ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കോൺഫ്ലവറും നല്ല രീതിയിലൊന്ന് മിക്സായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ശർക്കര പാനിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ശർക്കര പാനി നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ക്യാരറ്റും കോൺഫ്ലവറും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ച് ആ കൂട്ട് ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ട പിടിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് ജെല്ലിയായി വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കൈവിടാതെ വീണ്ടും നല്ലവണ്ണം അങ്ങ് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അത് പാനിൽ നിന്ന് നല്ലവണ്ണം ഒന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവ നമുക്കിവിടെ റെഡിയായി കിട്ടും കേട്ടോ. ഇത് നമ്മൾ പ്രത്യേകിച്ച് മൈദയോ ഷുഗറോ വേറെ ഫുഡ് കളറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ. അത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണേ. അപ്പോൾ അത് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന പരുവായപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം അങ്ങ് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം ആ പാനിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് വെള്ള എള്ളും കൂടെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ പിസ്ത അങ്ങനത്തെ എന്തെങ്കിലും കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് അത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നട്ട്സ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഈ കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഒരു പെർഫെക്റ്റ് ടച്ച് തോന്നാനായിട്ടും ഈ ഒരു നട്ട്സ് ആഡ് ചെയ്യുന്നത് നല്ലതാണേ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മളെ പാനിൽ നിന്ന് നല്ലോണം അതങ്ങ് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി നമുക്കിത് സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും ബേക്ക് ചെയ്യുന്ന പാത്രം ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, പാത്രത്തിൽ നിന്ന് നല്ലോണം അതങ്ങ് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാത്രത്തിലോട്ടാണ് കേട്ടോ. അതിനുവേണ്ടി അടിയിൽ കുറച്ച് നെയ്യൊന്ന് തടകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് വെള്ള എള്ളും കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതേപോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അതിലെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൽവയും അതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ തവി കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അതിൻ്റെ പുറത്തേക്കും നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ള എള്ളും കുറച്ച് ബ്ലാക്ക് എള്ളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും നട്ട്സ് ഒക്കെ വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എള്ളങ്ങ് ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിത്
കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാമേ. അപ്പോൾ അതായത് നല്ലോണമൊക്കെ ചൂടാറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് ഇളകി വരും കേട്ടോ. അപ്പോൾ അതവിടെ അത് ഇളകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഷുഗറോ വേറെ ഫുഡ് കളറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അടിപൊളിയായിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ സിമ്പിളായിട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വരെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു നോർമൽ മധുരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ മൈദ ഒന്നും ചേർക്കാതെ കോൺഫ്ലവർ വെച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് നോക്കി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. ഇതിന് മുൻപോട്ട് ഇട്ടിട്ടുള്ളതെല്ലാം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് തയ്യാറാക്കി നോക്കും. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു പൊളി റെസിപ്പി ആയിട്ട് കാണാം. അപ്പം ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.